ഹലോ ഡിയർ UPSC ആസ്പിരൻസ്, തക്ഷശില IAS അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻവയോൺമെന്റ് ആൻഡ് എക്കോളജിയുമായി ബന്ധപ്പെട്ട് സ്പീഷീസ് ഇൻ ന്യൂസ് എന്ന് പറയുന്ന ഒരു സീരീസ് നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ സ്പീഷീസ് ഇൻ ന്യൂസിൽ നമ്മൾ ഇന്നൊരു പ്രത്യേക ഒരു അനിമലിനെയാണ് നമ്മൾ പരിചയപ്പെടുക. നംദഫ ഫ്ലൈയിങ് സ്ക്വറൽ. അപ്പം നമ്മൾ ഒരുപാട് ഫ്ലൈയിങ് സ്ക്വറൽസിനെ കുറിച്ചൊക്കെ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട്. ജൈൻ സ്ക്വറൽസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, നോർമൽ സ്ക്വറൽസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഇന്ത്യയിൽ തന്നെ പ്രത്യേകമായ ഒരു സവിശേഷത ഉൾപ്പെടുന്ന ഒരു ഫ്ലൈയിങ് സ്ക്വറലാണ് നംദഫ ഫ്ലൈയിങ് സ്ക്വറൽ. അപ്പം നംദഫ എന്നുള്ള പേര് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും, കാരണം ഞാൻ തന്നെ പല ക്ലാസ്സുകളിൽ നംദഫ ടൈഗർ റിസർവിനെ കുറിച്ചും നംദഫ നാഷണൽ പാർക്കിനെ കുറിച്ചും ഒക്കെ പലപ്പോഴായിട്ട് പല വീഡിയോസിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് കൂടുന്ന കുട്ടികൾക്കൊക്കെ ഇത് ഫെമിലിയർ ആയിരിക്കും. അപ്പൊ ഈ നംദഫ ഫ്ലൈയിങ് സ്ക്വറൽ എന്നുള്ള പേരിൽ നിന്ന് തന്നെ അറിയാം അത് നംദഫ ടൈഗർ റിസർവ് അല്ലെങ്കിൽ ഇന്നത്തെ നംദഫ നാഷണൽ പാർക്കിൽ കാണപ്പെടുന്ന ഒരു ഫ്ലൈയിങ് സ്ക്വറൽ ആണെന്നുള്ളത്. പക്ഷേ ഇത് റീസെന്റ്ലി കറണ്ട് അഫയേഴ്സിൽ വന്നു. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ പല ആളുകളും ഇങ്ങനെ ഒരു ഫ്ലൈയിങ് സ്ക്വറലിനെ കുറിച്ച് ആദ്യമായിട്ടായിരിക്കും കേൾക്കുക, കാരണം ഇതിനെക്കുറിച്ച് അധികം ആരും ചർച്ച ചെയ്തിട്ടില്ല. കാരണം ഈ ഫ്ലൈയിങ് സ്ക്വറൽ എക്സ്റ്റിൻറ്റ് ആയോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാതിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ ഈ റീസെന്റ്ലി ഒരു റിസർച്ച് ഗ്രൂപ്പിന് ഈ ഫ്ലൈയിങ് സ്ക്വറലിനെ സ്പോട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. അതുകൊണ്ടാണ് അത് കറണ്ട് അഫയേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത്. അപ്പം ന്യൂസ് വേറൊന്നുമല്ല, റീസെന്റ്ലി എ നംദഫ ഫ്ലൈയിങ് സ്ക്വറൽ ഹാസ് റീസർഫേസ്ഡ് ഇൻ അരുണാചൽ പ്രദേശ് ആഫ്റ്റർ ഗോയിങ് മിസ്സിംഗ് ഫോർ 42 years. 42 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ നംദഫ ഫ്ലൈയിങ് സ്ക്വറലിനെ വീണ്ടും ഒരിക്കൽ കൂടി സ്പോട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതായത് നീണ്ട 42 വർഷങ്ങളായിട്ട് ഈ ഫ്ലൈയിങ് സ്ക്വറലിനെ, നംദഫ ഫ്ലൈയിങ് സ്ക്വറൽ എന്ന് പറയുന്ന ഫ്ലൈയിങ് സ്ക്വറലിനെ ഒരു മനുഷ്യരും കണ്ടിട്ടില്ല. യാതൊരുവിധ ഫോട്ടോഗ്രാഫ്സും നമുക്ക് അവൈലബിൾ ആയിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഫോട്ടോയിൽ പതിഞ്ഞിട്ടില്ല, നേരിട്ട് ഐസൈറ്റിലും കിട്ടിയിട്ടില്ല. അപ്പൊ 42 വർഷമായിട്ട് ഈ ഒരു ഫ്ലൈയിങ് സ്ക്വറൽ ഉണ്ടോ അതോ എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയോ എന്ന് അറിയാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ വീണ്ടും അതിനെ നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. എവിടെയാണ്? അരുണാചൽ പ്രദേശിലെ നംദഫ ടൈഗർ റിസർവിൽ തന്നെയാണ് ഇതിനെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. ദ നംദഫ ഫ്ലൈയിങ് സ്ക്വറൽ ഈസ് എ ഫ്ലൈയിങ് സ്ക്വറൽ എൻഡമിക് ടു അരുണാചൽ പ്രദേശ്. എൻഡമിക് എന്നുള്ള വേർഡ് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഒരു മൃഗം അല്ലെങ്കിൽ ഒരു ജീവി അല്ലെങ്കിൽ ഒരു സ്പീഷീസ് എൻഡമിക് ടു എ പർട്ടിക്കുലർ ഏരിയ എന്ന് പറഞ്ഞാൽ അവിടെ മാത്രമേ അത് കാണുള്ളൂ. അപ്പൊ എൻഡമിക് ടു അരുണാചൽ പ്രദേശ് എന്ന് പറഞ്ഞാൽ അരുണാചൽ പ്രദേശിൽ മാത്രമേ ഇതുള്ളൂ. ഇനി അരുണാചൽ പ്രദേശിൽ തന്നെ പർട്ടിക്കുലർ ആയിട്ട് പറയുകയാണെങ്കിൽ നംദഫ നാഷണൽ പാർക്ക് അല്ലെങ്കിൽ നംദഫ ടൈഗർ റിസർവിൽ മാത്രമാണ് ഈ ഫ്ലൈയിങ് സ്ക്വറലിനെ കാണാൻ കഴിയുക. അതുകൊണ്ട് തന്നെയാണ് അതിന് ആ ഒരു പേരും കിട്ടിയിട്ടുള്ളത്, നംദഫ ഫ്ലൈയിങ് സ്ക്വറൽ. അപ്പൊ ഇത് എൻഡമിക് ടു അരുണാചൽ പ്രദേശ് ആണ്, അല്ലെങ്കിൽ എൻഡമിക് ടു നംദഫ ടൈഗർ റിസർവ് ആണല്ല, എൻഡമിക് ടു നംദഫ നാഷണൽ പാർക്ക് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ശരി. വേർ ഇറ്റ് ഈസ് നോട്ട് ഫ്രം എ സിംഗിൾ സുവോളജിക്കൽ സ്പെസിമെൻ കളക്ടഡ് ഇൻ 1981. 1981 ഒരൊറ്റ സിംഗിൾ സുവോളജിക്കൽ സ്പെസിമെൻ ഇതിന്റെ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ കിട്ടിയ സ്പെസിമെൻ വെച്ചിട്ടാണ് നമ്മൾ അതിന് നംദഫ ഫ്ലൈയിങ് സ്ക്വറൽ എന്ന് പേര് കൊടുത്തിട്ടുള്ളത്. വീണ്ടും 42 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു റിസർച്ച് ടീമിന് ഈ നംദഫ ഫ്ലൈയിങ് സ്ക്വറലിനെ സ്പോട്ട് ചെയ്യാനായിട്ട് സാധിച്ചത്. അതുതന്നെയാണ് കറണ്ട് അഫയേഴ്സിൽ അത് ഇമ്പോർട്ടന്റ് ആകുന്നത്. ഇനി നംദഫ ഫ്ലൈയിങ് സ്ക്വറലിനെ കുറിച്ച് നോക്കാം. ഇറ്റ് ഈസ് എ റെയർ നൊക്ടേണൽ ഫ്ലൈയിങ് സ്ക്വറൽ സ്പീഷീസ് ഫൗണ്ട് ഇൻ ദ നംദഫ ടൈഗർ റിസർവ് ഇൻ അരുണാചൽ പ്രദേശ്. അപ്പൊ ഇത് നൊക്ടേണൽ ആണ്. അപ്പൊ നൊക്ടേണൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം രാത്രി കാലങ്ങളിൽ ആക്റ്റീവ് ആകുന്ന അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ ഇര തേടുന്ന ജീവികളെയാണ് നൊക്ടേണൽ എന്ന് വിളിക്കുക. അപ്പൊ നൊക്ടേണൽ ആയിട്ടുള്ള ഫ്ലൈയിങ് സ്ക്വറൽ ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പകൽ സമയങ്ങളിൽ നമുക്ക് ഇതിനെ സ്പോട്ട് ചെയ്യാനായിട്ട് സാധിക്കാത്തത്. ഇത് രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങി ഇര തേടുന്ന ഒരു ഫ്ലൈയിങ് സ്ക്വറൽ ആണെന്ന് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു എൻഡമിക് ആണ്, എൻഡമിക് ടു നംദഫ ടൈഗർ റിസർവ് അല്ലെങ്കിൽ എൻഡമിക് ടു നംദഫ നാഷണൽ പാർക്ക് ഇൻ അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാഷണൽ പാർക്കാണ് നംദഫ നാഷണൽ പാർക്ക്. അപ്പൊ അതിന്റെ അകത്ത് വരുന്ന ഒരു ടൈഗർ റിസർവ് ആണ് നംദഫ ടൈഗർ റിസർവ് എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കുക. It is distinct from the red giant flying squirrel, another species in the same ecosystem, primarily due to the prominent tuft of hair on its ear. അപ്പോൾ ചില ആളുകളെങ്കിലും ഇതിനെ ഈ റെഡ് ജയന്റ് ഫ്ലൈയിങ് സ്ക്വറലുമായിട്ട് താരതമ്യപ്പെടുത്താറുണ്ട്. രണ്ടും ഒന്നാണെന്ന് പറയാറുണ്ട്, പക്ഷെ ഒന്നല്ല. ഇറ്റ് ഈസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ദ റെഡ് ജയന്റ് ഫ്ലൈയിങ് സ്ക്വറൽ. ഇത് റെഡ് ജയന്റ് ഫ്ലൈയിങ് സ്ക്വറലിൽ നിന്ന് വ്യത്യസ്തനായിട്ടുള്ള മറ്റൊരു ജീവി തന്നെയാണ്.
അപ്പോൾ റെഡ് ജെയിൻ ഫ്ലൈയിങ് സ്ക്വറലിൽ നിന്ന് ഇതിനെ വ്യത്യസ്തനാക്കുന്നത്, കാരണം ഈ റെഡ് ജെയിൻ ഫ്ലൈയിങ് സ്ക്വറലും സെയിം എക്കോസിസ്റ്റത്തിൽ, അതായത് നംദഫ നാഷണൽ പാർക്കിൽ തന്നെ കാണപ്പെടുന്ന ഒന്നാണ്. പക്ഷെ അതിൽ നിന്ന് ഇതിനെ ഡിസ്റ്റിങ്ക്റ്റ് ആക്കുന്ന പ്രത്യേകത പ്രൈമർലി ഡ്യൂ ടു ദ പ്രൊമിനന്റ് ടഫ്റ്റ് ഓഫ് ഹെയർ ഓൺ ഇറ്റ്സ് ഇയർ. ഇതിന്റെ ചെവിയിലുള്ള ടഫ്റ്റ് ഓഫ് ഹെയർ തന്നെയാണ് ഇതിനെ റെഡ് ജയന്റ് ഫ്ലൈയിങ് സ്ക്വറലിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതെന്ന് മനസ്സിലാക്കുക. The difficulty in locating this species led to concerns that it might have been mistaken for the red giant flying squirrel or once face extinction. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇതിനെ ലൊക്കേറ്റ് ചെയ്യുന്നതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കൺസേൺസ് ഉണ്ട്. അതായത് പലപ്പോഴും ഈ റെഡ് ജയന്റ് ഫ്ലൈയിങ് സ്ക്വറലുമായിട്ട് മിസ്റ്റേക്കൻലി മാറിപ്പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വേസ്റ്റ് കേസിൽ ഇത് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയോ എന്നൊക്കെയുള്ള ചർച്ചകളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ 42 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഈ പറയുന്ന നംദഫ ഫ്ലൈയിങ് സ്ക്വറലിനെ വീണ്ടും സ്പോട്ട് ചെയ്യുന്നത് റിസർച്ച് ടീമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആകുന്നു. കാരണം 42 വർഷങ്ങളായിട്ട് ഇത് എക്സ്റ്റിങ്ക്റ്റ് ആയോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഇതിനെ വീണ്ടും റീഡിസ്കവർ ചെയ്യാനായിട്ട് സാധിച്ചിരിക്കുന്നു. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ഒരു പ്രത്യേകത. ഇനി IUCN റെഡ് ലിസ്റ്റിൽ ഒബ്വിയസ്ലി ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ് വരിക. കാരണം ഇതിന്റെ ആകെ ഞാൻ പറഞ്ഞു 1981 ഇതിന്റെ ഒരു സിംഗിൾ സുവോളജിക്കൽ സ്പെസിമെൻ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നീട് ഇപ്പോഴാണ് 42 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇതിനെ സ്പോട്ട് ചെയ്യുന്നത്. അപ്പൊ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്, IUCN റെഡ് ലിസ്റ്റിൽ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഷെഡ്യൂൾ 1 ഈ പറയുന്ന നംദഫ ഫ്ലൈയിങ് സ്ക്വറൽ വരിക എന്ന കാര്യം കൂടി നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. തക്ഷശില IAS അക്കാദമി. ആസ്പയർ, എൻറോൾ, അച്ചീവ്.